മനഃപൂർവ്വം ചെയ്യിക്കുന്നതാ നമ്മളെ തോൽപ്പിക്കാൻ. കഴിക്കൂ കുഞ്ഞെ. ഈ മട്ടൻ ബിരിയാണിയിലും ചിക്കൻ ബിരിയാണിയിലും ഒന്നും ഒരു കാര്യമില്ല. കൊഴുപ്പിളകുന്നേ ഉള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം സാർ വരെ അച്ചാറ് സാമ്പാറും കൂട്ടിയാ കഴിച്ചോണ്ടിരുന്നേ. കഴിക്കുമോളെ. ആ കറിയൊക്കെ കൂട്ടി കഴിക്ക. ചിന്നു കൊള്ളാലോ. കോളേജിലേക്ക് വന്ന് 2 ദിവസമായില്ല. അതിനു മുന്നേ തന്നെ ക്യാൻറ്റീനിലെ സ്റ്റാഫിനൊക്കെ മയക്കെടുത്ത് കഴിഞ്ഞു. കോണിച്ചേരാ ഞാൻ ഇവിടെ ഇന്നും മഹിസാറ് മഹിസാറ്. ഞാനിപ്പോ കല്യാണിയോട് എതിർത്ത് സംസാരിക്കുന്നത് കണ്ട എന്റെ സ്വഭാവം മോശമാണെന്ന് മഹേസർ വിചാരിക്കും. എന്തൊക്കെയായാലും അത് വേണ്ട. അടുത്ത ആള് നിന്റെ ചേട്ടൻ. ഹായ് മോളെ. നമുക്ക് പോവാം. ബാ. കല്യാണി ഭക്ഷണം കഴിക്കായിരുന്നോ? കഴിച്ചോ? ഇല്ല ചേച്ചി, എനിക്കൊരു മീൽസ്. നാണോല്ലേ ചേട്ടന്? വേണ്ട മഹിസാറ്, അവിടെ ഇരിക്ക. നീ ഇവിടെ ഇരിക്ക. നീ ഇവിടെ ഇരിക്ക. അങ്ങോട്ട് പോണ്ട. ഇന്നിനിയെ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. അമ്മയോടും കമ്പനിയോടുള്ള ചുമതലകളൊക്കെ നിറവേറണ്ടേ? സാറിന്റെ ജോലി നടക്കട്ടെ. ഇന്ന് അമ്മയോടുള്ള ചുമതലയല്ല. ഇന്നത്തെ ദിവസേ ഞാൻ എന്റെ ഐശ്വര്യക്കുട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കാം. ചുമ്മാ ഇന്ന് വരെ ഞാൻ നിനക്ക് തന്നിട്ടുള്ള വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ? എന്നോട് എന്ത് വാക്ക് പറഞ്ഞാലും അതിനിടയ്ക്ക് സാറിന്റെ അമ്മ കയറി വരില്ലേ? അമ്മയുടെ വാക്കിന് മുന്നില് ഭാര്യയ്ക്ക് നൽകിയ വാക്കിന് എന്ത് പ്രസക്തിയുള്ളത്? ആരോടും ഒന്നും പറയുന്നില്ല. നമ്മളെ 2 പേരും കൂടി പുറത്തേക്ക് പോകുന്നു. നീയും ഞാനും കൂടി പുറത്തു പോയിട്ട് അടിച്ചു പൊളിക്കുന്നു. സത്യാണോ? ഇന്നെങ്കിലും എന്റെ വൈഫിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. സമാധാനമായി. ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയ നമ്മള് പാതിരാത്രിയായിട്ട് തിരിച്ചു വരും. ലഞ്ചും ഡിന്നറും എല്ലാം ഇന്ന് പുറത്തുനിന്നാ. നീ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഇന്ന് എന്റെ കൊളീഗിന്റെ വീട്ടില് ഒരു റിസപ്ഷൻ പാർട്ടി ഉണ്ട്. നമുക്കേ ഇൻവിറ്റേഷൻ ഉള്ളതാ. നമ്മുടെ മാരേജിന് ശേഷം നമ്മള് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാ ഇത്. ഒരു മിനിറ്റ്, ഞാനേ ഇപ്പൊ റെഡി ആയിട്ട് വരാവേ. അതെ, ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തേക്ക് പോവാൻ തയ്യാറാവുമ്പോ 1 മിനിറ്റിൽ റെഡിയായി വന്ന ചരിത്രമുണ്ടോ? ആടയാഭരണങ്ങളും മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. വേണമെങ്കിലേ ഞാൻ ബെറ്റ് വെക്കാം. ബെറ്റ് വെച്ചാലേ സാറിന്റെ കാശ് പോവേ. ദേ 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയിട്ട് ദേ വന്നു. മാഷേ നിക്ക്. ഈ കാണുന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പുതിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയോ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെന്ത് സാറാ, ഒരു സ്റ്റുഡന്റിന് മനസ്സിലാവാത്ത കാര്യം പറഞ്ഞു തരണ്ടേ? മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ പഠിപ്പിക്കാനുള്ള പരിശീലനമൊന്നും ഞാൻ നേടിയിട്ടില്ല. ആ നിശാന്തിനോട് വലിയ സംസാരമൊക്കെയാണല്ലോ.
ഞങ്ങള് കോളേജ് മേറ്റ്സ് അല്ലേ, അപ്പൊ പരസ്പരം സംസാരിക്കുന്നത് നല്ലതല്ലേ? ഒരേ ക്ലാസ് ഒന്നും അല്ലല്ലോ. അധികം സംസാരിക്കുന്നത് അത്ര നല്ലതൊന്നല്ല. നിശാന്ത് എന്റെ മാനം കാത്ത ആളല്ലേ സാറേ, അപ്പോ ഞാൻ കുറച്ച് സ്നേഹവും നന്ദിയും ഒക്കെ കാണിക്കണ്ടേ? മാത്രമല്ല ആള് നല്ല സുന്ദര കുട്ടനും സ്മാർട്ടും ഒക്കെയാ. അധികം സ്മാർട്ട്നെസ് കാണിക്കുന്നവരെ വിശ്വസിക്കരുതെന്നാ, പ്രത്യേകിച്ച് സുന്ദരന്മാരെ. സാറിന് സൂസനോടുള്ള എന്തോ ഒന്ന് എനിക്ക് നിശാന്തേട്ടനോട് തോന്നി തുടങ്ങിയോന്നൊരു സംശയം. സൂസനോട് എനിക്കെന്താ, വെറും ഫ്രണ്ട്ഷിപ്പ്. അതും ഞാൻ ഉപേക്ഷിച്ചു. എന്നാ എനിക്ക് നിശാന്തേട്ടനോട് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നുവെച്ചാ അത് ചില സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ സാറേ? എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. Shut up! ഒരു സാറിനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്.